Dear students, അടുത്തതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് early effect in bipolar transistor. Bipolar transistorലെ early effect. So we can see ഇത് chapter 3 വരുന്ന ഒരു question ആണ്. Chapter 3. Early effect or base width modulation എന്നും പറയാറുണ്ട്. Base width modulation. So the early effect is a variation in the width of the base in a bipolar transistor due to the variation in the applied base to collector voltage. For example, a greater reverse bias across collector base junction increases the collector base depletion width. If VCE increases, VCB also increases. That means നമ്മൾ ഒരു bipolar junction transistor ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. BJT യിൽ 3 regions ആണുള്ളത് അല്ലേ? എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. അപ്പോൾ ഇതിൽ നോർമൽ ആക്റ്റീവ് മോഡിൽ നമുക്കറിയാം എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്നുള്ളത് ഫോർവേഡ് ബയസ് ആണ് ചെയ്യുന്നത്. can see this emitter base junction, this is emitter and this is base. Emitter base junction forward bias ആണ് ചെയ്യുന്നത്, whereas collector base junction എന്നുള്ളത് reverse bias ആണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇത് reverse bias ആണ്. ഈ ജംഗ്ഷൻ reverse bias ആണ്. The first junction is forward bias. Okay. അപ്പോൾ നമുക്ക് ഫോർവേഡ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്നുള്ളത് വളരെ കുറവായിരിക്കും. വേറെ റിവേഴ്സ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടും. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. സോ ഈ ബേസ് നിങ്ങൾ നോക്കുക, ബേസ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് ഈ എമിറ്ററിന്റെയും കളക്ടറിന്റെയും ഇടയ്ക്കുള്ള റീജിയൻ ആണല്ലോ ബേസ്. സോ ഈ ബേസിന്റെ എഫക്റ്റീവ് വിഡ്ത്ത് ഇതിന്റെ ഫലമായിട്ട് കുറയുന്നു. W effective, the width of the base is decreasing here due to these presence of these depletion regions. ഫോർവേഡ് ബയസ് ആണെങ്കിലും റിവേഴ്സ് ബയസ് ആണെങ്കിലും അവിടെ ഡിപ്ലീഷൻ റീജിയൻസ് ഉണ്ട്. അപ്പം ഈ ഡിപ്ലീഷൻ റീജിയന്റെ ഫലമായിട്ട് ബേസിന്റെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദ ബേസ് അത് കുറഞ്ഞു വരുന്നു. ഓൾറെഡി നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് ഈസ് എ വെരി തിൻ റീജിയൻ അല്ലെ? ബേസ് വളരെ തിൻ ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പൊ അവിടെ ഈ ഡിപ്ലീഷൻ റീജിയൻസിന്റെ പ്രസൻസ് കൊണ്ട് ഇതിന്റെ ബേസിന്റെ വിഡ്ത്ത് വളരെ കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ചിന് പറയുന്ന പേരാണ് ഈ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്നുള്ളത് ദ ഫസ്റ്റ് ജംഗ്ഷൻ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആണ് ചെയ്തിരിക്കുന്നത്. യു കൻ സീ ദിസ് BBE ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുന്നത്. പി ടൈപ്പ് ബേസിലേക്ക് പോസിറ്റീവും എൻ ടൈപ്പ് എമിറ്ററിലേക്ക് നെഗറ്റീവും ആണ് അപ്ലൈ ചെയ്തത്. രണ്ടാമതായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതായത് കളക്ടർ ബേസ് ജംഗ്ഷൻ, ഇത് കളക്ടർ ആണ്, ഇത് ബേസ് ആണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കളക്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പോസിറ്റീവ് വോൾട്ടേജ് കളക്ടർ. എന്തുകൊണ്ടാണ്? കളക്ടർ എന്ന് പറയുന്നത് ഇവിടെ എൻ ടൈപ്പ് ആണ് ഉണ്ടോ. സോ എൻ ടൈപ്പ് കളക്ടറിലേക്ക് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നീട് ബേസിലേക്കല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇൻഫാക്ട് വി ആർ അപ്ലൈയിങ് ദ നെഗറ്റീവ് സൈഡ് കണക്റ്റഡ് ടു എമിറ്റർ. അപ്പോൾ ഇങ്ങനെ കളക്ടറിലേക്ക് നമ്മൾ കളക്ടർ എൻ ടൈപ്പ് റീജിയൻ ആണ്, ശ്രദ്ധിക്കുക എൻ ടൈപ്പ് ആണ്. എൻ ടൈപ്പ് കളക്ടറിലേക്ക് നമ്മൾ പോസിറ്റീവ് അപ്ലൈ ചെയ്താൽ നാച്ചുറലി കളക്ടർ ബേസ് ജംഗ്ഷൻ എന്നുള്ളത് എന്താവും? റിവേഴ്സ് ബയാസ് ആവും. ഓക്കെ, റിവേഴ്സ് ബയാസ് ആവും. അപ്പൊ ഇങ്ങനെ റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇങ്ങനെ റിവേഴ്സ് ബയാസ് ആയാൽ യു ക്യാൻ സീ ദി ഡിപ്ലീഷൻ വിഡ്ത്ത് ഇവിടെ കൂടുന്നു. സോ ദർ ഈസ് എ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഈസ് ലാർജർ ഹിയർ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഈ ബേസിന്റെ എഫക്റ്റീവ് വിഡ്ത്ത് കുറയുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ബേസിന്റെ എഫക്റ്റീവ് വിഡ്ത്ത് കുറയുമ്പോൾ there are two consequences for this particular phenomenon. രണ്ട് പ്രശ്നങ്ങൾ ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട്. സോ നാരോവിംഗ് ഹാസ് two consequences. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ there is a lesser chance for recombination within the smaller base region. അപ്പൊ നമുക്കറിയാം ബേസിലൂടെ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ബേസിലൂടെ പാസ് ചെയ്താണല്ലോ കളക്ടറിൽ എത്തുന്നത്. അപ്പോൾ ഈ ബേസിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബേസിൽ ഹോൾസ് ഉണ്ട്. പി ടൈപ്പ് ആണല്ലോ ബേസ്, അതുകൊണ്ട് അവിടെ ബേസിൽ ഹോൾസ് ഉണ്ട്. ആ ബേസിലുള്ള ഹോൾസുമായിട്ട് റീകോമ്പൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എഫക്റ്റീവ് വിഡ്ത്ത് കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ റീകോമ്പിനേഷന്റെ ആ റേറ്റ് വളരെ കുറയും. ഓക്കെ, റീകോമ്പിനേഷൻ റിഡ്യൂസസ്, ഓക്കെ, ഡിക്രീസസ്. രണ്ടാമതായിട്ട് the charge gradient is increased across the base. Consequently, the current of minority carriers injected across the emitter junction increases. അതായത് ഇവിടെയുള്ള ചാർജ്, ബേസിലുള്ള ചാർജ് ഗ്രേഡിയന്റ്
അത് കുറയുന്നു അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇൻക്രീസ് ഇവിടെ ബേസിലുള്ള ചാർജ് ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുക എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ ബേസിൽ നിന്നും എമിറ്ററിലേക്ക് എത്തുന്ന മൈനോറിറ്റി കാരിയേഴ്സിന്റെ എണ്ണം അത് കൂടുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എമിറ്റർ കറണ്ടിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു, മൈനോറിറ്റി കാരിയേഴ്സിന്റെ ആ ഒരു ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു റിവേഴ്സ് കറണ്ടിന് ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു. ഓക്കെ, ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ ഓക്കെ. അപ്പൊ ഈ ബേസിന്റെ വിട്ട് ഇങ്ങനെ എഫക്റ്റീവ് വിട്ട് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തതുപോലെ ഇതിന്റെ ഈ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് കളക്ടർ കറണ്ട് വേഴ്സസ് VCE, കളക്ടർ എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ സീ ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മോസ്ഫെറ്റിന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഇനീഷ്യലി കറണ്ട് നമ്മൾ VCE ഇങ്ങോട്ട് കൂട്ടുമ്പോൾ ഇവിടെ കറണ്ട് നിങ്ങൾ നോക്കുക, കറണ്ട് ഇനീഷ്യലി ലീനിയർ ആയിട്ട് ഇൻക്രീസ്, ആഫ്റ്റർ ദാറ്റ് കറണ്ട് ബിക്കംസ് കോൺസ്റ്റന്റ് ഹിയർ. വീണ്ടും നമ്മൾ IB ബേസ് കറണ്ട് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ബേസ് കറണ്ട് വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ again this one increase, initially linear ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ആഫ്റ്റർ ദാറ്റ് IC ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇതാണ് നോർമലി സംഭവിക്കുന്നത്. പക്ഷെ ഈ ബേസ് വിഡ്ത്തിനകത്ത് ഈ ഒരു കുറവുണ്ടാകുമ്പോൾ അതിന്റെ ഫലമായിട്ട് ബേസിലെ റീകോമ്പിനേഷന്റെ റേറ്റ് കുറയുകയും രണ്ടാമതായിട്ട് ചാർജ് ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എമിറ്ററിലേക്കുള്ള ഇൻജെക്ഷൻ കൂടുകയും ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് ദാറ്റ് there is a slight increase in the collector current. അപ്പോൾ collector currentനകത്ത് correspondingly there is a increase happens here. Okay, അപ്പോൾ there is an increase in the collector current. So minority carrier injection എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിൽ നിന്നും കളക്ടറിലേക്കുള്ള minority carrier injection. അതിന് ഫലമായിട്ട് collector current ഇവിടെ നിങ്ങൾ നോക്കുക, there is an increase in the collector current here. Normally collector current constant ആയിട്ടാണ് നിൽക്കേണ്ടത്. എന്നാൽ ഇവിടെ ഈ ഒരു ബേസിന്റെ എഫക്റ്റീവ് വിഡ്ത്ത് കുറയുമ്പോൾ ഈ കളക്ടർ കറണ്ടിനകത്ത് ഒരു കൺസിഡറബിൾ ഇൻക്രീസ് ഉണ്ടാകുന്നു. ഓക്കെ, സോ ദർ ഇസ് എ ലീനിയർ ഇൻക്രീസ് ഇൻ ദ കളക്ടർ കറണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് early effect അല്ലെങ്കിൽ base width modulation. This is known as early effect or base width modulation. അപ്പോൾ ഈ ഒരു early effectനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. The early effect, to overcome early effect is a lightly doping of the collector region. അപ്പോൾ collector region lightly dope ചെയ്യുക and heavy doping of emitter region. Emitter region heavily dope ചെയ്യുക, collector region lightly dope ചെയ്യുക. ഓക്കെ, ഇതാണ് early effectനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ കളക്ടർ റീജിയൻ കുറെ കൂടി ലൈറ്റ്ലി ഡോപ്പ് ആക്കുക, എമിറ്റർ റീജിയന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് ഇവിടെ കുറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് കുറയുന്നതിന്റെ ഫലമായിട്ട് ഈ കളക്ടർ കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടതിന് പകരം കളക്ടർ കറണ്ടിൽ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഉണ്ടാകും, ഒരു ലീനിയർ ഇൻക്രീസ് ഉണ്ടാകും. ഓക്കെ, അതിനാണ് നമ്മൾ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ early effect എന്ന് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾ നോക്കുക, there is another term related to early effect, that is the early voltage. എന്താണ് early voltage എന്ന് പറഞ്ഞത്? സോ നമ്മൾ IC വേഴ്സസ് VCE, അതായത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എടുക്കുമ്പോൾ, അപ്പം യു ക്യാൻ സീ ഹിയർ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടതിന് പകരം there is a linear increase in the collector current. You can see there is a linear increase in the collector current. അപ്പം ഈ ഇൻക്രീസ് ചെയ്യുന്ന ഈ കർവ്സ് യു ക്യാൻ സീ ഈ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഈ കർവ്സ്, സോ വി ആർ ഇൻ ഫാക്ട് extrapolating these curves and അതായത് ഇവിടുന്ന് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ട് so that is meeting at the വോൾട്ടേജ് ആക്സിസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് all these curves ഇതിനകത്ത് ഇതെല്ലാം നീട്ടിയാൽ ഈ രീതിയിൽ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റിലായിരിക്കും. You can see here, ഈ ഒരു ഡയഗ്രാം കാണുമ്പോഴേ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ all these values, all these lines will meet at a single point. അപ്പോൾ ഈ വോൾട്ടേജ് ആക്സിസിൽ ഈ ലൈൻസ് എല്ലാം എക്സ്ട്രാപോളേറ്റ് ചെയ്യുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന ഈ വാല്യൂ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആ വോൾട്ടേജ്, ആ വോൾട്ടേജിന് പറയുന്ന പേരാണ് early voltage. അപ്പോൾ early voltage എന്ന് പറയുമ്പോൾ
ഈ ഒരു ചേഞ്ച് എന്നുള്ളത് എത്രമാത്രം ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആണ്. അപ്പോൾ ഇത് എയർലി വോൾട്ടേജ് വളരെ കുറവാണെങ്കിൽ കെൻ സി എയർലി വോൾട്ടേജ് വളരെ കുറവാണ്. അതായത് ഈ ഒറിജിനിലോട്ട് അടുത്താണ് നിൽക്കുന്നത് എങ്കിൽ ഇവിടുത്തെ ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ആയിരിക്കും. അതായത് ഈ ബേസ് വിഡ്ത്ത് മോഡുലേഷന്റെ എഫക്റ്റ് എന്നുള്ളത് വളരെ കൂടുതലായിരിക്കും. വേറസ് എയർലി വോൾട്ടേജ് എന്നുള്ളത് അത് വളരെ ലാർജ് വാല്യൂ ആണെങ്കിൽ we can see that base width modulation effect വളരെ കുറവായിരിക്കും. അതായത് ഇത് ഓൾമോസ്റ്റ് പാരലൽ ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. Okay, so this early voltage is in determining in fact the amount of the influence of this base width modulation. ഈ base width modulation എത്രമാത്രം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആണ് early voltage.